നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ താരങ്ങളും ആഡംബരവും. അതായത് ഇന്നത്തെ കാലത്ത് ഞാൻ ഇതിനോട് മുമ്പ് ഒരു വീഡിയോ ചെയ്യുന്നില്ല മമ്മൂട്ടിയെ കുറിച്ചിട്ട്. മമ്മൂട്ടിയുടെ വീട്ടിൽ 10-20 കാർ ഇങ്ങനെ നിരത്തി വെച്ചതും പിന്നെ 1 കോടി ഉറുപ്പിൻ്റെ വാച്ചലുണ്ടെന്ന് മമ്മൂട്ടിക്ക് ഉണ്ടെന്നെല്ലാം പറഞ്ഞു കേട്ട്. അങ്ങനെ ആഡംബര ഇന്നത്തെ മമ്മൂട്ടിക്കായിട്ടില്ല, ഒരുവിധ നടന്മാർക്കെല്ലാം ആഡംബര വസ്തുക്കളുണ്ട്. നമുക്ക് ആഡംബരങ്ങളില്ലാതെ ജീവിച്ച പഴയ സൂപ്പർ താരങ്ങളെക്കുറിച്ച് പറയും. അഭിനയ ചക്രവർത്തി സത്യം മാഷ് മുതൽ തുടങ്ങാം. സത്യം മാഷ്ക്ക് ആകെ ഉള്ളൊരു അംബാസഡർ കാറാണ്. അദ്ദേഹം എത്രയോ പടങ്ങളിൽ അഭിനയിച്ചിന്, 125 പടങ്ങളിൽ അഭിനയിച്ചു. ഒരു അംബാസഡർ കാറാണ് ഉള്ളത്. അതും ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പയർ വർക്ക്ഷോപ്പിലാണ്. നിർമ്മാതാക്കളെ പൈസ ബാക്കി വെച്ച് കഴിഞ്ഞാൽ സത്യം മാഷ് പറയും എൻ്റെ കാറ് വർക്ക്ഷോപ്പിലുണ്ട്, അതിൽ നിന്ന് പോയിട്ട് എടുക്കണം. അങ്ങനെയുള്ളൊരു കാറേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് ആകെ 2 കാറാണ് ഉള്ളത്. ഒരു ബെൻസ് വണ്ടി, പിന്നെ ഒരു സാധാ കാറും. പിന്നെ അദ്ദേഹത്തിന് നല്ല ഡ്രസ്സ് ഇടുക അദ്ദേഹം. അതായത് 5000 രൂപേൻ്റെ സഫാരി സൂട്ടാണ്. അന്നത്തെ കാലത്ത് 5000 രൂപയാണ് ഒരു സഫാരി സൂട്ടിന്. അത് കുറച്ച് ഇട്ടിട്ട് പിന്നെ വേറെ നടന്മാർക്കെല്ലാം കൊടുക്കും നസീർ സാർ പഴയതായി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു നടൻ എന്നോട് മദ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് പഴയതായിരുന്നു നസീർ സാർ ആ ഡ്രസ്സ് തീർത്തുണ്ട്, ഒരു പഞ്ചാബി എന്ന് പറഞ്ഞ നടൻ. അതിൽ കുറേ ആൾക്ക് കൊടുക്കലുണ്ടാവും. ആ വില പിടിച്ച ഡ്രസ്സാണ്. പിന്നെ നസീർ സാറിന് വേറെ ആഡംബരമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ. പിന്നെ ഷാനവാസ് സാർ നസീർ സാർ സ്പ്രേ അടിക്കും. അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ ഒരു സ്പ്രേക്ക് അന്ന് 1000 രൂപയാണ്. അതായിരുന്നു അമേരിക്കൻ നേട്ടം വരുത്തിക്കുന്നത്. സാധാരണ നസീർ സാറിൻ്റെ കാലത്ത് സ്പ്രേക്ക് 15 രൂപ 20 രൂപയല്ലേ ഉള്ളൂ. പക്ഷെ നസീർ സാർ ഉപയോഗിക്കുന്ന 1000 രൂപേൻ്റെ സ്പ്രേ. അത് പിന്നെ എല്ലാവർക്കും സ്പ്രേ അടിച്ചാൽ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ. അതൊരു ആഡംബരത്തിൽ കൂട്ടാൻ പറ്റില്ല. പിന്നെ അതിലാവശ്യ വസ്തുക്കൾ തന്നെയാണ്. അത് നല്ല സ്പ്രേ അടിക്കും നല്ലത്. പിന്നെ പൈസയുള്ള ആൾക്ക് നല്ല സ്പ്രേ വാങ്ങാം, പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് കാറിങ്ങനെ 10-20 റോഡിലിട്ടിട്ട് എന്താ കാര്യം. പിന്നെ അന്നത്തെ കാലത്ത് മധുസാറിനെ കുറിച്ച് പറഞ്ഞ് മധുസാറിൻ്റെ കാറിനെ കുറിച്ച് തന്നെ പറഞ്ഞു കേട്ടില്ല. ഒരു കാറിന് മധുസാറിന് എത്രയോ പൈസ മധുസാറിൻ്റെ അടുത്തുണ്ട്, കോടീശ്വരനാണ്. ആകെ ഒരു കാറേ ഉള്ളൂ. ആ കാറിനെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. ഏത് കമ്പനിയാണ്, അംബാസഡറാണോ ഫിയറ്റാണോ ഒന്നും അറിയില്ല. പിന്നെ ജയൻ ചേട്ടൻ ആകെ ഒരു കാറ് ഉള്ളത്, ഒരു ഫിയറ്റ്. അത് സിനിമയിൽ വരുന്നതിന് മുമ്പേയുള്ള കാറാണ്. സിനിമയിൽ വന്ന ശേഷം വാങ്ങിയൊന്നുമല്ല. സിനിമയിൽ മുമ്പേ തന്നെ ജയൻ ചേട്ടനൊരു കാറുണ്ട്, ഫിയറ്റ് കാർ. അത് സിനിമയിൽ വന്ന ശേഷം അതിന് പെയിൻറ്റിലടിച്ച് മാറ്റി തോന്നുന്നു. അത് ആദ്യം ബ്ലാക്ക് പിന്നെ വൈറ്റ് ആക്കിയെന്നിട്ടും പറഞ്ഞു. പിന്നെ ആ കാറിനെ ശരിക്കും സൂക്ഷിച്ച് വെക്കലാണ്, നല്ല തുടച്ച് വൃത്തിയാക്കി വെക്കലാണ്. അല്ലാണ്ട് വേറെ കാറൊന്നുമില്ല. അന്ന് ജയൻ ചേട്ടന് വേണമെങ്കിൽ കാറ് വാങ്ങാമല്ലോ. ജയൻ ചേട്ടനും 10-100 പടത്തിൽ അഭിനയിച്ചിനല്ലോ. നല്ല നല്ല കാറെല്ലാം വാങ്ങാം. പക്ഷെ ഒറ്റൊരു കാറ് മാത്രമേ ഉള്ളൂ.